ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പല്ലിൻ്റെ പുളിപ്പ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി എന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് പുളിപ്പ്? ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, തണുത്ത വെള്ളം അല്ലെങ്കിൽ ചൂടുള്ള ചായ ഒക്കെ കുടിച്ചപ്പോൾ പെട്ടെന്ന് പല്ലിൻ്റെ മുകളിൽ നിന്ന് ഒരു ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു വേദന ഉണ്ടായി, അത് കുറച്ച് നേരം നിന്നു, പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറി. അങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പുളിപ്പ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി. എന്തുകൊണ്ടാണ് പുളിപ്പ് സംഭവിക്കുന്നത്? ഞാൻ പെട്ടെന്ന് പറയാം. നമ്മുടെ പല്ലിൻ്റെ പുറമേ ഉള്ള ഒരു സ്ട്രക്ചറാണ് എനാമൽ. എനാമലിന് തൊട്ട് താഴെ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഡെൻറ്റിൻ. പക്ഷേ ഡെൻറ്റിൻ എനാമലിനെങ്ങാട്ടിലും ഇച്ചിരി സോഫ്റ്റാണ്. പല കാരണങ്ങളാൽ എനാമലിൻ്റെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുമ്പോൾ അകത്തുള്ള ഡെൻറ്റിൻ വായിലേക്ക് എക്സ്പോസ്ഡ് ആയി ഡെൻറ്റിന് അകത്തുള്ള ഞരമ്പുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പുളിപ്പ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സെൻസിറ്റിവിറ്റിയുടെ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. പൊതുവെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കണ്ടുവരുന്നൊരു കാരണമാണ് ഉരച്ച് പല്ല് തേക്കൽ. അതായത് പല്ലുകൾ വൃത്തിയാവാൻ വേണ്ടി ഹാർഡ് ബ്രഷ് ഉപയോഗിച്ച് ഉരച്ച് പല്ല് തേക്കുന്ന ആളുകളിൽ പുളിപ്പ് കാണാറുണ്ട്. അടുത്തതായി വളരെ കോമണായി കാണുന്നതാണ് രാത്രിയിൽ പല്ല് ഗ്രൈൻഡ് ചെയ്യുന്ന ഹാബിറ്റ്. അതിന് ബ്രക്സിസം എന്നാ പറയുക. അങ്ങനത്തെ ആളുകളിലും പുളിപ്പ് കാണാറുണ്ട്. മൂന്നാമതായി മോണരോഗങ്ങൾ ഉള്ള ആളുകളിൽ മോണ ഇറങ്ങി ഡെൻറ്റിൻ എക്സ്പോസ്ഡായി പുളിപ്പുണ്ടാവാറുണ്ട്. നാലാമതായി ചിന്നിയ അല്ലെങ്കിൽ പൊട്ടിയ പല്ലുകൾ. ചിലപ്പോൾ പല്ലിൽ പൊട്ടലോ ചിന്നലോ ഉണ്ടാവും, നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആകെ ഉണ്ടാവുന്ന ലക്ഷണം പുളിപ്പ് മാത്രമായിരിക്കും. അഞ്ചാമതായി പല്ലിലെ പോട് കാരണം അകത്തുള്ള ഡെൻറ്റിൻ എക്സ്പോസ്ഡായിട്ട് പുളിപ്പുണ്ടാവും. അവസാനമായി കാണുന്നതാണ് ആസിഡിക് ഫുഡുകൾ. ധാരാളം ആസിഡിക് ഫുഡ് കഴിക്കുമ്പോൾ പല്ലിൻ്റെ എനാമൽ തേഞ്ഞു പോവാനും പുളിപ്പുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പോയിൻറ്റും കൂടിയുണ്ട്, പ്രായം ഉള്ള ആളുകൾ എനാമൽ തേഞ്ഞു പോവുകയും അല്ലെങ്കിൽ മോണ ഇറങ്ങിയിട്ടൊക്കെ പുളിപ്പുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് പുളിപ്പിൻ്റെ കോമണായി കാണുന്ന കാരണങ്ങൾ. എന്താണ് പരിഹാരം? നിങ്ങൾക്ക് പുളിപ്പുണ്ടാവുന്നത് ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് എങ്കിൽ നിങ്ങൾ ഒരു സോഫ്റ്റ് ബ്രഷിലേക്ക് മാറുക. വേറെ കാരണങ്ങളെ കൊണ്ടാണ് പുളിപ്പ് എങ്കിൽ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഡെൻറ്റിസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു പരിഹാരം പറഞ്ഞു തരും. താങ്ക് യു.